മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനുമത്രേ. പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ശുശ്രൂഷിക്കാനും നമുക്ക് മോചനദ്രവ്യമായി തന്റെ ജീവനെ നൽകുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ രക്ഷിക്കുന്നതാണ് അവിടുത്തെ ശുശ്രൂഷ. നമ്മുടെ ജീവിതം പലപ്പോഴും പാപബന്ധനങ്ങളിലൂടെ കടന്നു പോകാറില്ലേ? പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാറില്ലേ? ജീവിതത്തിൽ എന്തുമാത്രം കുറവുകൾ വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ പോലും കർത്താവ് നമ്മളെ കൈവിടുന്നുണ്ടോ? നമ്മൾ അകപ്പെട്ടു പോകുന്ന പാപച്ചുഴിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനുള്ള ശുശ്രൂഷ കർത്താവ് ഈശോ മിശിഹ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കടങ്ങളിൽ കിടക്കുമ്പോൾ ആ കടങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ നൽകുന്നതിന് വേണ്ടി ഈശോ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങളിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ആ പരാജയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, രോഗം വരുമ്പോ സൗഖ്യം നൽകുന്നതിന് വേണ്ടി ഈശോ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മുടെ ജീവിത സങ്കടങ്ങൾ വരുമ്പോ ആ സങ്കടങ്ങളിൽ നമുക്ക് മോചനം നൽകുന്നതിന് വേണ്ടി ഈശോ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈശോ നമ്മെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ കടന്നു പോകുന്ന നൊമ്പരങ്ങളുടെ നിമിഷങ്ങളില്, തകർച്ചകളുടെ നിമിഷങ്ങളില്, രോഗങ്ങളുടെ നിമിഷങ്ങളില്, വേദനകളുടെ നിമിഷങ്ങളിൽ നമ്മെ ശുശ്രൂഷിക്കുന്ന ഒരു ഈശോ നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആ ഈശോ നമ്മെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ ആ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഒരുവൻ നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട് തയ്യാറായി വരുമ്പോ അവനെ നമ്മുടെ അരികിലേക്ക് വിളിച്ച് അരികിൽ നിർത്തുന്നില്ല എങ്കിൽ അവന് നമ്മളെ ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാ ഈശോനാഥൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് വന്നിരിക്കുക. ആ ഈശോനാഥൻ നമുക്ക് വേണ്ട ശുശ്രൂഷ അത് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളില് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടുത്തെ വിളിച്ച് നമ്മുടെ അരികിൽ നിർത്തണം. അവിടുത്തെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തോട് നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പറയണം. അവിടുത്തെ നമ്മുടെ ജീവന്റെ ജീവനായി നമ്മൾ സ്നേഹിക്കണം. അപ്പോഴാണ് അവിടുത്തെ ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവൻ നമുക്ക് മോചനദ്രവ്യമായി നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നശിക്കാതിരിക്കാൻ അവിടുത്തെ ജീവൻ അവിടുന്ന് പിതാവിന് കൊടുത്തു. നമ്മുടെ ജീവിതം തകരാതിരിക്കാൻ, നമ്മൾ കടങ്ങളിൽ നശിക്കാതിരിക്കാൻ, ദുരിതങ്ങളിൽ നശിക്കാതിരിക്കാൻ, നമ്മൾ പരാജയങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ തന്റെ ജീവനെ തന്നെ പിതാവിന്റെ കരങ്ങളിൽ മോചനദ്രവ്യമായി കൊടുത്തിരിക്കുക. ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഈശോയെ നമുക്ക് എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നത്? ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ. ആ ഈശോയോട് ചേർന്ന് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടൊന്ന് കൊടുത്തേ. ഈശോയെ ഒന്ന് സ്നേഹിച്ചേ. ആ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും എല്ലാം കൊടുക്ക്. ഈശോ ഇപ്പോൾ നിന്നെ ശുശ്രൂഷിക്കും എന്ന് പറഞ്ഞ് നിനക്ക് സൗഖ്യം തരും, നിനക്ക് വിടുതൽ നൽകും, നിന്റെ ജീവിതത്തെ ആശ്വസിപ്പിക്കും. പരീക്ഷയുള്ള മക്കള് പരീക്ഷകളൊക്കെ കൊടുത്തേ ഈശോയ്ക്ക്. ആ പരീക്ഷയുടെ നിമിഷങ്ങളിൽ ഈശോയെ എന്നെ തൊടണമേ, അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് വശിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, പരീക്ഷയുടെ നിമിഷങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും
പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പരാജയങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ദുരാത്മശക്തികൾ മാറിപ്പോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.